ഇന്നത്തെ കിസ്സയിൽ അയ്യൂബ് നബിയുടെ കഥയാണ് പറയുന്നത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോഴും എങ്ങനെ ഈമാനോടുകൂടി ജീവിക്കാമെന്ന് കാണിച്ചു തന്ന ഒരു മഹാപ്രവാചകന്റെ കഥ. സഹനത്തിന്റെ പ്രതീകമായ അയ്യൂബ് നബിയുടെ കഥ. അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. വിശാലമായി പടർന്നു കിടക്കുന്ന പച്ചപ്പാർന്ന കൃഷിയിടങ്ങൾ, ആരോഗ്യമുള്ള ആടുകളും മാടുകളും ഒട്ടകങ്ങളും, ചിരിയും സന്തോഷവും നിറഞ്ഞ വലിയൊരു വീട്, ഇതിനൊക്കെ പുറമെ സ്നേഹനിധികളായ മക്കളും. എന്നാൽ ഇതൊന്നും അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയില്ല. തനിക്ക് കിട്ടിയ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുവഴി കൂടുതൽ നല്ലവനായി മാറാനും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും അദ്ദേഹം ശ്രമിച്ചു. ഓരോ പ്രഭാതത്തിലും അദ്ദേഹം പുഞ്ചിരിയോടെ പറയുമായിരുന്നു, യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, എനിക്കുള്ളതെല്ലാം നീ തന്നതാണ്. ഒരിക്കലും അള്ളാഹുവിനെ അദ്ദേഹം ഓർക്കാതിരുന്നിട്ടില്ല. അദ്ദേഹം പാവങ്ങളെ സഹായിച്ചു, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി, തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്തു. ഒരു ദിവസം അയ്യൂബ് നബി അലിഹിസ്സലാമയെ പരീക്ഷിക്കാൻ തന്നെ അള്ളാഹു തീരുമാനിച്ചു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെയാണ് അള്ളാഹു പരീക്ഷിക്കാറുള്ളത്. അയ്യൂബ് നബിയുടെ കന്നുകാലികൾ പതിയെ പതിയെ ഓരോന്നായി ഇല്ലാതായി. അതായിരുന്നു ആദ്യത്തെ പരീക്ഷണം. പിന്നീട് ചുട്ടുപൊള്ളുന്ന വെയിലിൽ കൃഷികളെല്ലാം ഉണങ്ങിപ്പോയി, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, നിങ്ങൾ താമസിക്കുന്ന വീടും നിങ്ങളുടെ കളിപ്പാട്ടങ്ങളുമെല്ലാം പെട്ടെന്നില്ലാതായാൽ എങ്ങനെയിരിക്കും? നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ? അല്ലെങ്കിൽ എനിക്ക് മാത്രം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ സങ്കടപ്പെടില്ലേ? പക്ഷേ അയ്യൂബ് നബി അലിഹിസ്സലാം ഒരിക്കലും പരാതി പറഞ്ഞില്ല. അദ്ദേഹം ശാന്തനായി പറഞ്ഞു, അള്ളാഹുവാണ് എനിക്കിതെല്ലാം തന്നത്, അള്ളാഹു തന്നെ അത് തിരിച്ചെടുത്തു, അള്ളാഹുവിനാണ് സർവസ്തുതിയും, അൽഹംദുലില്ലാഹ്. എന്നാൽ പിന്നീട് വന്നത് അതിലും വലിയ പരീക്ഷണമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരായി മരണപ്പെട്ടു. ചിരി മുഴങ്ങിയിരുന്ന ആ വീട് നിശബ്ദമായി. ഏതൊരുപ്പയുടെയും കരൾ പിടയുന്ന നിമിഷം അയ്യൂബ് നബിയും വല്ലാതെ വേദനിച്ചു. പക്ഷേ അദ്ദേഹം അള്ളാഹുവിനോട് പിണങ്ങിയില്ല. കണ്ണീരോടെ അദ്ദേഹം പറഞ്ഞു, യാ അല്ലാഹ്, എന്റെ മക്കൾ നിന്റെ സമ്മാനമായിരുന്നു, നീ തന്നെ അവരെ തിരിച്ചെടുത്തു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എത്ര ക്ഷമാലുവാണ് അദ്ദേഹം, അല്ലേ കൂട്ടുകാരെ? അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. സമ്പത്തും മക്കളും നഷ്ടപ്പെട്ടതിന് പിന്നാലെ അയ്യൂബ് നബിക്ക് കഠിനമായ രോഗം പിടിപെട്ടു. ശരീരം മുഴുവൻ വേദനിക്കുന്ന മുറിവുകൾ കൊണ്ട് നിറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തത്ര അദ്ദേഹം അവശനായി. നാട്ടുകാർക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ അറപ്പും വെറുപ്പും തോന്നി. സുഹൃത്തുക്കൾ ഓരോരുത്തരായി അകന്നുപോയി. അവസാനം അദ്ദേഹം ഒറ്റയ്ക്കായി. എല്ലാവരും കൈവിട്ടപ്പോഴും ഒരാൾ മാത്രം അദ്ദേഹത്തെ വിട്ടുപോയില്ല, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ. മറ്റുള്ളവർ മുഖം തിരിച്ചപ്പോ അവർ അദ്ദേഹത്തിന്റെ അരികിൽ തന്നെ നിന്നു. ഓരോ ദിവസവും അവർ അദ്ദേഹത്തെ പരിചരിച്ചു. ആഹാരത്തിനുള്ള വഴി കണ്ടെത്തുന്നതിനായി അവർ കഠിനാധ്വാനം ചെയ്തു. ചില ദിവസങ്ങളിൽ ആഹാരത്തിന് വഴി കണ്ടെത്താൻ അവർക്ക് പുറത്തുപോയി ജോലി ചെയ്യേണ്ടി വന്നു. ജീവിതം അത്രമേൽ കഠിനമായിട്ടും അവർ ഒരിക്കൽ പോലും പരാതി പറഞ്ഞില്ല. വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ച് വർഷങ്ങളോളം അയ്യൂബ് നബിയും ഭാര്യയും ക്ഷമയോടെ ജീവിച്ചു പോന്നു. ഒരു ദിവസം കഠിനമായ വേദനയും തളർച്ചയും കാരണം അവർ പറഞ്ഞുപോയി, നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ മാറ്റാൻ നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? അത്രമേൽ തളർന്നുപോയ ഒരു നിമിഷത്തിൽ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതായിരുന്നു അത്. ക്ഷമയുടെ പ്രവാചകനായ അയ്യൂബ് നബി അലിഹിസ്സലാം തന്റെ പ്രിയതമയോട് അതിന് മറുപടിയായി പറഞ്ഞതെന്താണെന്ന് കേൾക്കണ്ടേ? നമ്മൾ എത്രയോ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് വരെ നമ്മൾ ക്ഷമിക്കണം. അള്ളാഹു നമ്മെ കാണുന്നുണ്ട്. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. ശരീരമൊന്ന് അനക്കാൻ പോലും പറ്റാത്ത ആ വിഷമഘട്ടത്തിൽ അയ്യൂബ് നബി അലിഹിസ്സലാം കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, യാ അല്ലാഹ്, എന്നെ ഇതാ വിഷമങ്ങൾ ബാധിച്ചിരിക്കുന്നു, നീയാണല്ലോ കരുണയുള്ളവരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവൻ. എത്ര ലളിതമായ പ്രാർത്ഥന അല്ലേ? ആ വാക്കുകളിൽ സ്നേഹവും വിശ്വാസവും നിറഞ്ഞിരുന്നു. തന്റെ ദാസന്മാരെ ഒരിക്കലും കൈവിടാത്ത അള്ളാഹു ഉടനെ അദ്ദേഹത്തിന് ഉത്തരം നൽകി. അള്ളാഹു പറഞ്ഞു, നിന്റെ കാലുകൊണ്ട് നിലത്തടിക്കുക. രോഗം കൊണ്ട് അവശനായിരുന്നു അയ്യൂബ് നബി. എങ്കിലും അള്ളാഹു പറഞ്ഞ പ്രകാരം തന്നെ അദ്ദേഹം ചെയ്തു. അത്ഭുതം! അതാ നിലത്തു നിന്നും തെളിനീരുറവ പൊട്ടുന്നു. അള്ളാഹു പറഞ്ഞു, അതിൽ കുളിക്കുക, അത് കുടിക്കുക. അദ്ദേഹം ആ വെള്ളത്തിൽ കുളിച്ചു. വെള്ളം മതിവരുവോളം കുടിച്ചു. സുബ്ഹാനല്ലാഹ്! അദ്ദേഹത്തിന്റെ മുറിവുകളെല്ലാം ഉണങ്ങി, വേദന മാറി. അദ്ദേഹം വീണ്ടും പൂർണ്ണ ആരോഗ്യവാനായി. അള്ളാഹുവിന്റെ സമ്മാനങ്ങൾ അവിടെയും തീർന്നില്ല. അദ്ദേഹത്തിന് അള്ളാഹു വീണ്ടും മക്കളെ നൽകി. ആ വീട് വീണ്ടും ചിരി കൊണ്ട് നിറഞ്ഞു. പഴയതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. കാരണം എന്താണെന്നോ? അള്ളാഹു നൽകുമ്പോ അത് ഏറ്റവും ഭംഗിയായി നൽകും. കൂട്ടുകാരെ, ക്ഷമയോടെ കാത്തിരുന്നാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ അമ്പരപ്പിക്കും. ഈ കാര്യം സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന മഹാനായ പ്രവാചകൻ